ഒരു വെറൈറ്റി മീൻ നമുക്ക് കിട്ടിയപ്പോൾ എന്ത് മീനാണെന്ന് അറിയില്ല. ഏകദേശം റോഗിൻ്റെയൊക്കെ ടൈപ്പ് ഉണ്ട്. റോഗല്ല, പക്ഷേ അതൊരു വെറൈറ്റി മീൻ, എന്ത് മീനാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ ഒന്ന് വറുത്തടിക്കണം എന്നൊരു ആശ. അപ്പോൾ ഒന്ന് നമുക്ക് ഫുള്ളായി നിർത്തി വരയിടാം. ഇതൊന്ന് വറുത്ത് കഴിക്കാൻ വേണ്ട ഒരു ആശ. അതിൻ്റെ കൂടെ തന്നെ അത് കൊടുത്തിട്ടുണ്ട്, വരയിട്ട് കൊടുക്കാം നമുക്കൊന്ന്. ഇത് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റൈലിൽ തന്നെയാണ് വറുക്കാൻ പോണത്. ആദ്യമായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം 1 സ്പൂൺ നമ്മൾ മുളക് പൊടി എടുത്തേക്കുന്നത്. അടുത്തത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അടുത്തത് കുറച്ച് മീനിന് ആവശ്യമായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇടഞ്ഞു കൊടുക്കുക. മീനിന് ഫുള്ളായിട്ടൊന്ന് മിക്സഡാക്കി കൊടുക്കുക. നമ്മൾ പാലക്കാട് സ്റ്റൈലിലാണ്, നമ്മുടെ സ്റ്റൈലിലാണ് വയ്ക്കാൻ പോണത്. മസാല ഫുള്ളായിട്ട് ഉള്ളിലൊക്കെ പരത്തുന്ന പോലെ തന്നെ ഫുള്ളായിട്ട് ഉള്ളിലൊന്ന് നന്നായി തേച്ച് കൊടുക്കുക. അത്യാവശ്യം എല്ലാവിടെ ആകുന്ന പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. മണം നോക്കി കുത്തണം ഇപ്പം തന്നെ. മസാലയൊക്കെ അസലായി പരത്തിയെടുത്തിട്ടുണ്ട്, വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഒരു അരമണിക്കൂർ ചുമ്മാ വെക്കണം. മസാല പിടിച്ചിട്ട് അരമണിക്കൂർ വെയിറ്റ് വെച്ചാൽ കൂടുതൽ വെക്കുന്നവർക്ക് നല്ലതാണ്. 1 മണിക്കൂറൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. മസാല നന്നായി പിടിക്കും ഉള്ളിലേക്ക്. അപ്പം ഏകദേശം നമുക്കൊരു അരമണിക്കൂർ വെക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് വറുക്കാൻ വയ്ക്കാം. ഗ്യാസിലാണ് വെക്കാൻ പോകുന്നത്. ഗ്യാസ് വെച്ചിട്ടുണ്ട്, നമുക്ക് പാത്രം കൊടുത്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുഴപ്പമില്ല. ഇതെന്തിനും ഇടുന്നു പറഞ്ഞാൽ അടി പിടിക്കാതിരിക്കാനും മീനിന് നല്ല ടേസ്റ്റും വരും. എന്ന് വെച്ചാൽ നല്ല മണം വരും കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ. മീനിട്ട് കൊടുക്കാം. ഒന്ന് മേലോടാക്കിയിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി. മീനിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. അത് നന്നായി വേകട്ടെ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചെറുതായി ഒന്ന് മറിച്ചിടാം. ഒരു ഭാഗം ആയിട്ടുണ്ടാവും. തുറന്ന് മറിച്ചിടാം. തുറക്കുമ്പോൾ നല്ല മണം വരും. രക്ഷയില്ല, എന്താ ഒരു മണമാണ്. ഏകദേശം ഒരു ഭാഗം നമുക്ക് മറിച്ചിടാം. അടിപൊളി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി. മഴനടുത്തുണ്ട്, അതാണ് സൂപ്പർ പറഞ്ഞത്. മണം പേരുണ്ട് വെച്ചുട്ടേ. മൂടി വെച്ച് കൊടുക്കാൻ വേണ്ടും. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കത് എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. പക്ഷെ എന്താ ഒരു മണമാണ് കാണുമ്പോൾ തന്നെ. ഇപ്പം തന്നെ കഴിക്കാനുള്ളൊരു നമ്മൾ കഴിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അവർ കഴിച്ചിട്ട് അവർ ടേസ്റ്റ് പറയും മീൻ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ കഴിച്ചോ. എങ്ങനെയുണ്ട് ചുട്ടി? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടാ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? അതോ എങ്ങനെയുണ്ട് മീന്? നന്നായിട്ടുണ്ടാ? അതാ വെറുതെ പറയേ?
നല്ല ടേസ്റ്റ് ഉണ്ടേ. രക്ഷയില്ലേ? ഓ, അതും ഒന്നും പറയുന്നില്ല. അവൻ പറയണല്ല, അതും ഒന്നും മിണ്ടില്ല. അതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമുക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കൂടി ടേസ്റ്റ് ചെയ്യണം. വെറൈറ്റി മീൻ കൊണ്ടുവന്നപ്പോൾ നമ്മളെ കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് പറയാം. നോക്കട്ടെ. അടിപൊളി അല്ലേ? അച്ഛൻ നിന്ന് നോക്കിയിട്ട് പറയാം. ഞാൻ മീൻ കൊടുത്തിട്ടുണ്ട്. എന്താ സവോള, ചെറിയ തക്കാളി കൊടുക്കാം. മൂന്നും കൂടി കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് പറയാം. രക്ഷയില്ല. സൂപ്പർ കേട്ടോ. വെറൈറ്റി ടേസ്റ്റ് തന്നെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കഴിക്കണേ മീന്. പക്ഷെ ഒന്നും പറയണ്ട. നല്ല ടേസ്റ്റ് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. പറയുന്നത് പോലെ വെറുതെ പറയില്ല. നല്ല ടേസ്റ്റ്. ഇത് എന്ത് മീനാണെന്ന് അറിയില്ല. നമുക്ക് കഴിച്ചിട്ടില്ല. ഇതിൽ നമുക്ക് എപ്പോഴും കുളങ്ങളിൽ കിട്ടാറില്ല ഈ മീൻ. നമുക്ക് ആദ്യമായിട്ട് കിട്ടി തന്ന മീൻ. അതാണ് രക്ഷയില്ല. അതുകൊണ്ട് കഴിച്ചു പറഞ്ഞത് ചൊടിയല്ല സ്വത്ത്. ഇതെന്ത് മീനാണെന്ന് അറിയില്ല. അതൊന്നുമല്ല. ഇത് വെറൈറ്റി മീനാണ്. നല്ല രസമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ. മുള്ളുകൾ കമ്മിയാണ്. വലിയ മുള്ളായിട്ടൊന്നും വലുതൊന്നുമില്ല. ഒന്നും പറയാനില്ല. അടിപൊളി മീനെടുക്കുക. സൂപ്പർ. ഒന്നും പറയാനില്ല. മുള്ളടക്കം വെറുതെ വിടുന്നില്ല. അതോ റിച്ചു ഇത്രയും ടേസ്റ്റ് ഉണ്ടാ? ഇത് ഇരുന്ന് മതിയായ? കഴിച്ച് ഇത് ഇരിക്കാൻ തുടങ്ങി. മുള്ളാണ്, നോക്കി കഴിക്കണം. മീനൊന്നുമില്ല.